ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ടൊറോണ്ടോ സൂവിൻ്റെ ഫൈനൽ പാർട്ടാണ്. അപ്പം എങ്ങനെ തുടങ്ങല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ടൊറോണ്ടോ സൂവിൻ്റെ ഫൈനൽ പാർട്ടാണ്. ഞങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒന്ന്, എൻ്റെ ടൊറോണ്ടോ സൂവിൻ്റെ ഫൈനൽ പാർട്ടിലെത്താൻ പറ്റി. പിന്നെ അതെനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റി പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊരു സന്തോഷം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് അനിമൽസിനെ കാണിക്കാൻ പറ്റും. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസി. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയി കാണൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുളിസീനിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ രണ്ടും വെള്ളത്തിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് കീഷോ പാർക്ക് അല്ലെങ്കിൽ കെഷോ പാർക്ക്, എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ അറിയില്ല. അപ്പം ഈ ഒരു പാർക്കിലോട്ടാണ് പോയത്. അപ്പോൾ ഗേറ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നതെന്നുള്ളത്. എനിവേസ്, അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റ് ചെയ്തതാണോ അതോ ഓൾറെഡി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു ആംബിയൻസും പിന്നെ നല്ലൊരു ഫീൽ ഗുഡ് ആയിരുന്നു ഇങ്ങനെ നമുക്കിങ്ങനെ നടന്ന് ചെല്ലുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ റൈനോൻ്റെ സ്ഥലത്താണ് എത്തിയത്. അപ്പോൾ ഈ കാണുന്ന ഏരിയ ഫുള്ള് റൈനോൻ്റെ ആക്സസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് റൈനോസ് ഉറങ്ങുമായിരുന്നു. പിന്നെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ബഹളം വയ്ക്കുകയും പിന്നെ ഒച്ചയൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി റൈനോ അവിടെ നിന്ന് എഴുന്നേറ്റത്. അപ്പോൾ ഒരു ഫാമിലിയെന്ന് തോന്നുന്നു, കുട്ടി റൈനോയും പിന്നെ 2 വലിയ റൈനോസിനാണ് ഞാനവിടെ കണ്ടത്. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ, ചോദിക്കണം കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ. ആൾക്കാർ വീഡിയോ എടുക്കലും അതുപോലെ ഫോട്ടോസ് എടുക്കലും ബഹളം വയ്ക്കലൊക്കെ ആയിട്ട് കുട്ടി റൈനോയും വലിയ റൈനോസൊക്കെ എഴുന്നേറ്റു അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും അവർ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. പിന്നെ പറഞ്ഞ പോലെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. പിന്നെ ഈ സംഭവമാണ് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് കണ്ടത്. ഇതൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത് ഓപ്പൺ ഏരിയയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇതൊന്നും അങ്ങനെ പറന്ന് നമ്മുടെ അടുത്തോട്ട് വരിക അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചായിരുന്നു. ടൊറോണ്ടോ സൂ അത്യാവശ്യം ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് തളർന്നു കഴിയുമ്പോൾ ഇരിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റോപ്പും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഞങ്ങളും കുറച്ച് നേരം ഇടയ്ക്കൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ ഒരു സ്ഥലത്തൊക്കെ. പിന്നെ ഇതൊരു ട്രൈബിൻ്റെ ഹട്ടാണ്. അപ്പോൾ ഇത് ഏത് ട്രൈബിൻ്റെയാണ് എന്താണെന്നൊക്കെ അവിടെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. വേണ്ടവർക്ക് അത് വായിച്ച് നോക്കാം പോസ് ചെയ്തിട്ട്. പിന്നെ ഇങ്ങനെ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. പിന്നെ നല്ല കാണാനും ഒരുപാട് ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ദൂരെ നിന്ന് ഞാനിങ്ങനെ സീബ്രേനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് സീബ്ര ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ പറഞ്ഞ് നടന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സീബ്രനെ ക്ലിയർ ആയിട്ട് കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തിയപ്പോഴാണ് സീബ്രനെ ക്ലിയർ ആയി കണ്ടത്. പിന്നെ സീബ്രയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇങ്ങനൊരു പ്ലേസ്. അപ്പോൾ ഇവിടെ എന്ത് അനിമലാണ് ഉള്ളതെന്നൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. അതെ, എൻ്റെ പാർട്ണർ കണ്ടുപിടിച്ചു, അവിടെ ചീറ്റയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് ഈ വീഡിയോയ്ക്കകത്ത് 2 ചീറ്റാസ് ഉണ്ടായിരുന്നു. ഒരു ചീറ്റേനെ ശരിക്കും ഞാൻ എടുത്തുള്ളൂ. മറ്റേ ചീറ്റ അപ്പുറത്തെ എവിടെയോ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അതും
ഈ എഡിറ്റ് ചെയ്തപ്പോഴല്ല, എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വോയിസ് ഓവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചത്. 2 ചീറ്റാസ് ഉണ്ട് ആ വീഡിയോനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചീറ്റ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നല്ല സ്റ്റോണൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള ഒരു കേവിനകത്തോട്ടാണ് പോയത്. അപ്പോൾ ഇതിനകത്ത് ബബൂൺസാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, ബബൂൺസ് പുറത്ത് വെള്ളത്തിൻ്റെ അടുത്തായിരുന്നു കണ്ടത്. 2 ബബൂൺസിനെയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ 2ലും കൂടുതൽ ബബൂൺസ് ഉണ്ട് ഇതിനകത്ത്. നമ്മളൊരു ആഫ്റ്റർനൂൺ ടൈമിലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല കൂടുതൽ അനിമൽസും ഉറക്കത്തിലായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു കാറ്റലിന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. കോമൺ ഈലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം ഒരു കാറ്റലാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാനത് അങ്ങനെ വായിച്ചില്ല അവിടെ. പിന്നെ നമ്മൾ വേറൊരു കാറ്റലിനെ കണ്ടത് ഈ കാറ്റിലാണ്. പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം, എനിക്ക് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതും ഒരു വെറൈറ്റി കാറ്റിലാണ്. അപ്പോൾ അത് കാണാൻ നല്ലൊരു കൗതുകം, നല്ലൊരു രസമുണ്ടായിരുന്നു കാണാനായിട്ട്. 2 കാറ്റിലും തൊട്ടടുത്തടുത്ത കൂടുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കിഷോ പാർക്കിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് വിൻ്റർ അനിമൽസിൻ്റെ സ്ഥലത്തോട്ടാണ്. വിൻ്റർ അനിമൽസിനെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ പറഞ്ഞു തരും നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ. പക്ഷേ എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് പെൻഗ്വിൻസിനെ കാണാൻ പറ്റി. പെൻഗ്വിൻസ് അവിടെ വെള്ളത്തിൽ കിടന്നിങ്ങനെ കളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വണ്ടി പോയത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച വണ്ടി. അപ്പോൾ ഇതിനകത്താണ് ഒരുപാട് നടക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒന്നില്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്നിട്ട് നമുക്ക് പേ ചെയ്ത് ബുക്ക് ചെയ്യാം അന്നേരം. പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്തില്ല, ഞങ്ങളപ്പോൾ നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഫോറസ്റ്റിൻ്റെ നടുക്കിൽ കൂടെയുള്ള ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഫസ്റ്റ് നേഷൻ ആർട്ട് ഗാർഡനിലെത്തി. ഫസ്റ്റ് നേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കനേഡിയൻ, പണ്ട് തൊട്ടുള്ള കനേഡിയൻ ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ആർട്ട് ഗാർഡൻ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവരെങ്ങനെയാണ് ഈ തണുപ്പത്ത് അല്ലെങ്കിൽ ഈ ആനിമൽസിൻ്റെ ഇടയിൽ സർവൈവ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡെമോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ ക്ലിപ്സും ഇല്ല, എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ നമുക്ക് പോകുന്ന വഴിക്ക് റെസ്റ്റ് റൂം, അതുപോലെ തന്നെ ഫുഡ്, പിന്നെ റെസ്റ്റിംഗ് ഏരിയ, അങ്ങനെയെല്ലാം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കണ്ടത്, ഇതാണ് ഫസ്റ്റ് നേഷൻസിൻ്റെ അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസൊക്കെയാണ്. അതിപ്പോൾ അവർ റിസർച്ചിൽ കണ്ടുപിടിച്ച ടൂൾസുകളാണ്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേ സ്കെൽട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കെൽട്ടൻസ് എന്തിൻ്റെയാണെന്നൊക്കെ അവിടെ ഓൾറെഡി അവിടെ ആ ബോർഡിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകണേന്നുള്ളത്. എന്തായാലും ഒരു വിൻ്റർ അനിമലിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ നിങ്ങളത് നെക്സ്റ്റ് ടൈം നിങ്ങൾ ടൊറോണ്ടോ സൂ വിസിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സ്ഥലത്തോട്ട് വരണം, ഈ വിൻ്റർ അനിമലിൻ്റെ അടുത്തോട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളത്, ഈ എക്സ്പീരിയൻസ്. കാരണം നമുക്ക് പോളർ ബെയറിനെ നമുക്കിങ്ങനെ തൊട്ടിങ്ങനെ അടുത്ത്, ലിറ്ററലി നമുക്കിങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും അടുത്ത്, ഗ്ലാസിൻ്റെ അടുത്ത് പോളർ ബെയർ വന്ന് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു വല്ലാത്തൊരു ഫസ്റ്റ് ടൈം ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് നോ വേർഡ്സ്, എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ പോളർ ബെയർ ഇങ്ങനെ സ്വിം ചെയ്യണമെന്ന് കാണാൻ പറ്റി. അപ്പോൾ ഈ പോളർ ബെയറിനെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ താഴെയും സ്വിം ചെയ്യണത് കണ്ടത്. അപ്പോൾ ചൂടായതുകൊണ്ടാണ് ഈ ഐ ഗസ് പോളർ ബെയർ ഫുൾ ടൈം വെള്ളത്തിൽ തന്നെയായിരുന്നു. ആൾ പുറത്തോട്ടൊന്നും, അതായത് പൊക്കത്തോട്ടോ അല്ലെങ്കിൽ ലാൻഡ് ഏരിയയിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഫുൾ ടൈം വെള്ളത്തിൽ തന്നെയായിരുന്നു നീന്തലും അങ്ങനെയൊക്കെ ആയിട്ട്.
അതുകൊണ്ട് എന്താ പറയുക, കുറേ നേരം നമുക്ക് അണ്ടർ വാട്ടറിൽ നിന്നുകൊണ്ട് ഇത് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പോളാർ ബെയറിൻ്റെ തന്നെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് പോളാർ ബെയറിൻ്റെ സ്കിൻ ഒരു അതുപോലത്തെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് ഒരിക്കലും ലൈവ് പോളാർ ബെയറിനെ പോയി തൊടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ സ്കിന്ന് പോലെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു, ഐ മീൻ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് അതിൽ നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും വേറൊരു പോളാർ ബെയർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗൈഡ് നമുക്ക് ഈ പോളാർ ബെയറിൻ്റെ വലിപ്പം, അതുപോലെ അവരുടെ ക്യാരക്ടർ, അങ്ങനെ സംഭവം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നു ഈ പോളാർ ബെയർ എഴുന്നേറ്റ് മാത്രമല്ല, ഈ പോളാർ ബെയർ എഴുന്നേറ്റ് നിന്നായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ ഗ്ലാസ് ടോപ്പ് ടു ബോട്ടം ഈ ബെയർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ അവിടെ ഗൈഡ് അവിടെ കുട്ടികൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു സ്കെൽറ്റനൊക്കെ വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ. പക്ഷെ ഞങ്ങളത് കേൾക്കാനൊന്നുമില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് വിട്ടു. കാരണം നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു മെയിൻ സ്ഥലങ്ങൾ കുറച്ച് സ്ഥലങ്ങളെ പോയുള്ളൂ. ബാക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയായിരുന്നു. പിന്നെ ഇത് ഓസ്ട്രലേഷ്യ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെയാണ് നമ്മൾ ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വെറൈറ്റി ബേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് കൊമോഡോ ഡ്രാഗണിൻ്റെ കൂട്ടിലോട്ടാണ്. പക്ഷേ ഇവിടെ കൊമോഡോ ഡ്രാഗൺ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന കൊമോഡോ ഡ്രാഗണിൻ്റെ പെരിക്കിലോട്ടാണ്. പക്ഷേ അത് ചുറ്റുപോയതുകൊണ്ട് ആ കൂട്ടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഡീപ്പ് ഓഷൻ കാണുന്ന സംഭവങ്ങൾ കാണാനായിരുന്നു. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ഉള്ള ആ സ്റ്റാച്ചു കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് കടൽ കുതിര എന്നാണ് പറയുക എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ബാക്കി വേറെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസിനെ നമ്മളവിടെ കണ്ടായിരുന്നു. പിന്നെ ജെല്ലി ഫിഷസ്, ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ജെല്ലി ഫിഷിനെ നേരിട്ട് കാണാൻ വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷ് നിങ്ങൾ കാണുന്നത്. അത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവർ സെക്യൂരിറ്റിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും നമുക്ക് അതിനകത്ത് വന്ന് മറിഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജെല്ലി ഫിഷിനെ കാണാൻ ഭയങ്കര രസമായിരുന്നു. കാണാനൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടായിട്ട് ഞങ്ങൾ ഭയങ്കര ടയേർഡായിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയായി. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും വെയിലത്ത് ഇത്രയും ചൂടത്ത് നടക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തൊപ്പിയെങ്കിലും നമ്മൾ എടുക്കണമായിരുന്നു. പക്ഷെ ഞങ്ങളത് വിട്ടുപോയി. പിന്നെ നമുക്ക് പറ്റിയാൽ വെള്ളം കൂടി നമുക്ക് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമുക്ക് മേടിക്കാം. അപ്പം ഞങ്ങൾ ഓർത്തില്ല ഇത്രയും ചൂടുണ്ടാവുമെന്ന്. കാരണം ചിലപ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ തണുപ്പ് കിട്ടുമെന്ന് ഓർത്തു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കങ്കാരുവിൻ്റെ കൂട്ടിനുള്ളിൽ കൂടെയാണ് നമ്മുടെ ഷോർട്ട് കട്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, എല്ലാവരും അതിൽ തന്നെയാണ് പോകുന്നത്, ഷോർട്ട് കട്ട് എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എങ്ങനെയെങ്കിലും വണ്ടിയിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ കങ്കാരുവിൻ്റെ കൂട്ടിനുള്ളിൽ കൂടെ അങ്ങ് നടന്നു.
ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞു, കയ്യിൽ ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട, കങ്കാരു ഒന്നും അടുത്തോട്ട് അങ്ങനെ വരില്ല, നമുക്ക് നടന്ന് നിങ്ങളുടെ കാര്യം നോക്കി അങ്ങോട്ട് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് വേഗം നടന്ന് പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് എത്തിയത് നമ്മുടെ പുലിക്കുട്ടൻ്റെ അടുത്താണ്. അതെ, ഞങ്ങൾ ഒരുപാട് വിളിച്ചു, പക്ഷേ പുലിക്കുട്ടൻ എണീക്കാനുള്ള ഒരു ഇതും കാണുന്നില്ല. പിന്നെ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ ഈ ഗ്ലാസ്സിനിട്ട് തട്ടും ചവിട്ടലും കുത്തലും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പുലി അനങ്ങിയില്ല. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യമൊന്നുമില്ലയെന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന ഏരിയ ഒക്കെ ഈ പുലിക്ക് ആക്സസ് ഉള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പുലി ശരിക്കും വരും, പക്ഷെ ചൂടായതുകൊണ്ടാണെന്നറിയില്ല, ആള് ടയേർഡാണ് ഞങ്ങളുടെ പോലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറേ മാൻ പേടകളെ കണ്ടു. അവിടെ ഓടിക്കളിച്ച് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കണ്ണിന് കുളിർമയായിരുന്നു അത് കാണാൻ. പിന്നെ ഈ ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ തണുപ്പിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് ഇവരിങ്ങനെ സ്റ്റേഷനിൽ ഷവർ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ പോയി നിന്ന് നനഞ്ഞ് എന്താ പറയുക, അപ്പോൾ കുറച്ച് കാറ്റ് തട്ടുമ്പോൾ നമുക്കൊരു തണുപ്പ് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാനത് ചെയ്തില്ല. പിന്നെ അങ്ങനെ ഫൈനലി ഞങ്ങൾ സൂവിൻ്റെ ഒരു എൻഡിലെത്തി. അവിടെ എത്തിയപ്പോൾ ടൊറോണ്ടോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആട്ടുംകുട്ടികളൊക്കെ അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇനി ഫസ്റ്റ് പാർട്ടിൽ കയറി വരുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നൊരു കുട്ടികൾ കളിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് അവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ എൻട്രൻസിലെത്തി ഗൈസ്. ഞങ്ങൾ തിരിച്ച് വണ്ടിയിലെത്താറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.